Hello, I'm back with an interesting topic. Love. Love is a universal experience. പ്രണയം അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പ്രണയബന്ധവും വൈവാഹിക ജീവിതവുമൊക്കെ വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്നാൽ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ തട്ടി ഉടഞ്ഞു പോകുന്ന ബന്ധങ്ങളുമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇമോഷണൽ ബോണ്ട് അയാളുടെ പിന്നെയുള്ള ജീവിതത്തിലെ ബന്ധങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോ. Hello, I'm Adira Janaki. I'm a health psychologist and a mental health educator. Welcome to the video. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ജോൺ ബോൾബിയാണ് ആദ്യമായി അറ്റാച്ച്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഇൻ എ റിലേഷൻഷിപ്പ് ഇസ് ദ വേ വി കണക്ട് ടു അനദർ പേഴ്സൺ. അറ്റാച്ച്മെന്റ് തിയറി പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇമോഷണൽ ബോണ്ട്, അതായത് നിങ്ങളൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ അമ്മയുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈമറി കെയർ ഗിവറായ വ്യക്തിയുമായോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇമോഷണൽ ബോണ്ടിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വലിയ സ്വാധീനമുണ്ട്. നിങ്ങളുടെ അഡോളസൻസിലും അഡൾട്ട്ഹുഡിലുമൊക്കെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ബന്ധങ്ങൾ ഇതിനെ ബേസ് ചെയ്തായിരിക്കും നിലനിൽക്കുക അല്ലെങ്കിൽ രൂപപ്പെടുക. അറ്റാച്ച്മെന്റ് തിയറി അനുസരിച്ച് 4 തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളാണ് ഉള്ളത്. എന്തൊക്കെയാണവ? വരൂ നമുക്ക് നോക്കാം. ആങ്ഷ്യസ് പ്രീഒക്യുപ്പൈഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. കുട്ടികളുടെ ഇമോഷണൽ നീഡ്സിനെയോ ഫിസിക്കൽ നീഡ്സിനെയോ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടാതെ വളർന്ന കുട്ടികളാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കൂടുതലായും കാണിക്കുന്നത്. ഇവർ ബന്ധങ്ങളിൽ കൂടുതൽ ഇന്റിമസി സീക്ക് ചെയ്യുകയും ഒരു റീഅഷുറൻസ് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നുമൊക്കെ എപ്പോഴും കേൾക്കുന്നത് ഇവരെ കൂടുതൽ റിലാക്സ്ഡ് ആക്കുന്നു. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇവർ വളരെ ആങ്ഷ്യസ് ആവുകയും ബന്ധം തകർന്നു പോകുമോ, എന്നെ അബാൻഡൺ ചെയ്യുമോ, എന്നെ തനിച്ചാക്കി പാർട്ട്ണർ പോകുമോ, അല്ലെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ കാണിക്കുക. ആങ്ഷ്യസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. ഇവർ പാർട്ട്ണറിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ മൂഡ് സ്വിങ്സ് പോലും ഇവരെ പ്രശ്നത്തിലാക്കും. അതുകൊണ്ട് തന്നെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളുകൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഫിയർ ഓഫ് അബാൻഡൺമെന്റോ ഫിയർ ഓഫ് റിജക്ഷനോ ഒക്കെ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ഈ ബന്ധം കുറെ കാലം മുന്നോട്ട് പോവുമോ, ഈ ബന്ധത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എനിക്ക് ഇയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആങ്സൈറ്റി എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും. ഈ ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ പാർട്ട്ണർ അവൈലബിൾ അല്ലാതെ ഇരിക്കുമ്പോൾ, വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജിന് അപ്പം തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുകയും ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഡിസ്മിസീവ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ചില കുട്ടികൾക്കെങ്കിലും കുട്ടിക്കാലത്തെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടണം എന്നില്ല. പലപ്പോഴും അവരുടെ പാരന്റ് ഡിസ്മിസീവ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ഇമോഷൻസിനെയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെയോ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അബ്യൂസീവ് ആയിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നുപോയ ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് കൂടുതലായും ഒരു അവോയ്ഡന്റ് സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെന്റ് ആണ് റിലേഷൻഷിപ്പുകളിൽ കാണുന്നത്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളുകൾ ഒരു റിലേഷൻഷിപ്പിലും വികാരങ്ങളെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അതുപോലെ തന്നെ പാർട്ട്ണറിന്റെ ഇമോഷണൽ എക്സ്പ്രഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഇവർക്ക് കാര്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. ഇവർ റിലേഷൻഷിപ്പിനകത്തും ഇമോഷണലി ഡിസ്റ്റന്റ് ആയിരിക്കാനും ഇൻഡിപെൻഡന്റ് ആയിരിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എല്ലാ കാര്യങ്ങളും പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കാനോ അവരുടെ ഇമോഷൻസിനെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാനോ ഇവർക്ക് കഴിയണമെന്നില്ല. പാർട്ട്ണറുടെ അടുക്കൽ കൂടുതൽ ഡിപ്പെൻഡന്റ് ആയി പോകുമോ എന്നുള്ള പേടിയുള്ളവരായിരിക്കും ഇവർ. റിലേഷൻഷിപ്പിലാണെങ്കിലും സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്ക് നേരിടാനാണ് അവർ ശ്രമിക്കുക. ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യുന്നതിൽ അവർ അത്ര കംഫർട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളെ പാർട്ട്ണറുടെ അടുത്ത് പോലും കൃത്യമായി അവർ പങ്കുവയ്ക്കണമെന്നില്ല.
അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നാൾ അകന്നു നിൽക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ഫിയർഫുൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഓർ ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇൻകൺസിസ്റ്റന്റ് ആയ പാരൻസ് ഉള്ള ആളുകളാണ് ഒരു ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കൂടുതലായും കാണിക്കുന്നത്. അതായത് ഇവരുടെ കുട്ടിക്കാലത്ത് ഇവരുടെ സെയിം എക്സ്പ്രഷന് തന്നെ പല സന്ദർഭങ്ങളിൽ പല റിയാക്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇന്ന് ഞാൻ ഒരു കാര്യം എൻ്റെ പാരൻസിനോട് പറയുമ്പോൾ അവർ വളരെ കൂളായി ഹാപ്പി ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുകയും, എന്നാൽ നാളെ ഞാൻ സെയിം കാര്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും കിട്ടുക. അത് പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സിനനുസരിച്ചോ മാറിയതായിരിക്കാം. പക്ഷെ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ഒരു കുട്ടി എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു കൺഫ്യൂഷനാണ്. ശരിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ എന്നാൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ കുട്ടി കടന്നു പോവുക. ഇങ്ങനെയുള്ള കുട്ടികളാണ് വളർന്നു വരുമ്പോൾ ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈല് കാണിക്കുന്നത്. ഇവർക്ക് ഒരു റിലേഷൻഷിപ്പിലാവാനുള്ള ഒരു ഡിസയർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിയറും ഉണ്ടാവാം. മറ്റൊരാളുമായി പരിചയപ്പെടാനും ക്ലോസ് ആവാനും ഒക്കെയുള്ള പേടിയും ഇവർക്കുണ്ടാവാം. കാരണം ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളുകൾ അനുഭവിക്കുന്ന ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വളരെ വലുതായിരിക്കും. ഇവർക്ക് ഭയങ്കരമായ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. മറ്റേയാൾ കാണിക്കുന്ന ഇമോഷൻ കറക്റ്റ് ആണോ, ജെന്യുവൻ ആയിട്ടാണോ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇത് ശരിയാണോ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഇമോഷൻസിനെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാനും മറ്റേയാളുടെ ഇമോഷൻസിനെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാനും ചിലപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഫിയർ ഓഫ് റിജക്ഷനും ഇവർ അനുഭവിച്ചേക്കാം. അറ്റാച്ച്മെന്റ് തന്നെ പ്രശ്നമാണോ? എല്ലാ അറ്റാച്ച്മെന്റ് സ്റ്റൈലും പ്രശ്നമാണല്ലോ, എല്ലാറ്റിനും കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താണ് ശരിയായ കറക്റ്റായ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ? ഇറ്റ് ഈസ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. കുട്ടിക്കാലത്ത് വളരെ സെക്യൂരിറ്റി ഫീലിംഗ് അനുഭവിച്ച് വളർന്ന കുട്ടികൾ അവരുടെ അഡോളസൻസിലും അഡൾട്ട്ഹുഡിലും ഒക്കെ ഉണ്ടാവുന്ന ബന്ധങ്ങളിൽ കൂടുതൽ സെക്യൂർ ഫീലിംഗ് കാണിക്കുന്നതായി തിയറീസ് പറയുന്നു. കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി നിറവേറ്റപ്പെടുകയും കുട്ടിയുടെ ഇമോഷണലും ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങളെ അപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പ്രൈമറി കെയർ ഗിവറോ അല്ലെങ്കിൽ അമ്മയോ ആയി രൂപപ്പെടുന്ന ബന്ധം സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കും. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഒരാൾ പ്രത്യക്ഷപ്പെടുമെന്നും ആൾ എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്നും ഒക്കെയുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള തോട്ട് കുട്ടിയിൽ രൂപപ്പെടാൻ ഇത് കാരണമാകും. ഇങ്ങനെ സെക്യൂർലി അറ്റാച്ച്ഡ് ആയി വളർന്ന കുട്ടികൾക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളിലും ഈ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അഡോളസൻസിലോ അഡൾട്ട്ഹുഡിലോ ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ബന്ധങ്ങളിൽ കൃത്യമായി വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും ഇന്റിമസി കാണിക്കാനും ഇൻഡിപെൻഡൻ്റായി നിൽക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈസിയായി സാധിക്കുന്നു. ഇവർക്ക് തൻ്റെ പാർട്ട്ണറിൽ ഒരു ഇമോഷണൽ ക്ലോസ്നെസ് കണ്ടെത്താനും പാർട്ട്ണറെ വിശ്വസിക്കാനും കഴിയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റാളുകളോ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് അന്വേഷിച്ചാൽ അത് നമ്മുടെ കുട്ടിക്കാലത്തിലേക്കാണ് ചെന്നെത്തുക. ഒരു ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലോകവുമായി എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഇമോഷണൽ ബോണ്ട് എങ്ങനെയാണ് ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുടനീളം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അറ്റാച്ച്മെന്റ് തിയറി പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട്, എൻ്റെ ബന്ധങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള പേടികളും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ ബന്ധങ്ങളിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റം വരുത്താനോ അതിനെ പുറത്തു കടക്കാനോ ഒക്കെ സാധിക്കും. അതിന് നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കാനും സാധിക്കും. നമ്മുടെ പാരൻസുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബോണ്ടിങ്ങിനേക്കാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പ് ആണ് എന്നൊക്കെയുള്ള സ്റ്റഡീസ് പിന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അറ്റാച്ച്മെന്റ് തിയറി ഇപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയായി സൈക്കോളജിയിൽ നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്.
ഈ വീഡിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.